എന്തൊരു പൊട്ടനല്ലേ. പെണ്ണുങ്ങളൊപ്പം നടക്കണെന്ന് വെച്ചറിയോ? ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞോട്ടെ. സാത്താനാ സാത്താനൊന്നുമല്ലത്. ഓത്തു ഷാജാനോ? എടാ ഇത് മുച്ചിരിയുടെ അച്ഛൻ. ഇതാരൊക്കെയാണ്? എന്റെ കുടുംബത്തിലേക്കാണ് ഇപ്പൊ മുച്ചിരി വന്നേക്കുന്നത് കേട്ടോ. ഞാൻ ആ കുടുംബത്തിന്റെ നാഥൻ പരുന്തു വാസു. എയർപോർട്ട് ഞാൻ പറയട്ടെ, തോക്കിന്റെ ഉള്ളിൽ കയറല്ലേ? ഞാൻ പറയട്ടെ നിക്ക്. മുച്ചിയുടെ തന്തയാണ് നോക്കില്ല, ചവിട്ടി മുതൽ കയറ്റും. അങ്ങനെ പറയരുത്. ഇല്ല തമാശ പറഞ്ഞു. പിന്നെ ഞാന് 5 കൊല്ലായിട്ട് ഗൾഫിലേ. ഓ ഞാൻ ഇന്നലെ വരുന്നു അവനോട് ഞാൻ പറഞ്ഞതാണ്. എയർപോർട്ടിൽ വന്നിറങ്ങും ഞാൻ പറഞ്ഞു. അതിന്റെ കുണം മോനുണ്ട്, അത് പറയണല്ലോ ആദ്യമേ. ഞാൻ പറഞ്ഞതാ. അവലത്തൊക്കെ ജീവനോടെ ഉണ്ടാവുന്നില്ലേ? ഓനോട് ചോദിക്കണം. ഞാൻ ഇന്നലെ എയർപോർട്ടിക്ക് വന്നപ്പോ ഓനോട് ഞാൻ വരാൻ പറഞ്ഞതാണ് എയർപോർട്ടിക്ക്. ഓൻ വന്നിട്ടില്ല. അപ്പൊ ഞാൻ ഇതിൽ കൂടെ തെണ്ടി നടന്നിട്ട് മറ്റേ അന്വേഷിച്ചപ്പോ പറഞ്ഞ് ഓൻ ഇവിടെ ഏതോ ടിവിയിലെ ഏതോ ഒരു കുടുംബത്തിലുണ്ട് പറഞ്ഞു. ബാക്കി ഓനിവിടെ ഇല്ല. ഓനെ നോക്കിയാൽ ഒരു 100 കോടി ചെലവായി. ഓനെ ഞങ്ങള് തന്നെ കണ്ടിട്ട് 1 മാസമായി. ഒരു കുടുംബത്തിന്റെ ഗ്രാനാഥൻ എന്ന് പറഞ്ഞാണ്ട് നിങ്ങൾ നടക്കുമ്പോ മോന്റെ ഉത്തരവാദി നിങ്ങളല്ലേ? മോന്റെ കോണവാധികാരം കാരണം ഈ സിറ്റിക്കകത്ത് കേറാൻ പറ്റാത്ത അവസ്ഥയില്ല. വളർത്തുമ്പോ നല്ല രീതിയിൽ വളർത്തണം. ഇതുപോലൊരു ഉണ്ണച്ചർക്കന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായ? നിന്റെ മാനെ അങ്ങനൊന്നും പറയില്ല. ഓ ഇല്ല അവന്റെ കൂടെ 5 വർഷമായിട്ട് പുറത്താന്നല്ലേ പറഞ്ഞത്. വല്ലപ്പോഴും നാട്ടിൽ വരണമായിരുന്നു. അവൻ എങ്ങനെ പഴച്ചു പോയെന്ന് നിങ്ങൾ ഒരു 10 മിനിറ്റ് അവന്റെ കൂടെ നിന്നാ നിങ്ങക്ക് മനസ്സിലാവും. ഇന്നലെ എയർപോർട്ട് വന്നിട്ട് നേരെ തെണ്ടിയെടുക്കാതെ കൂടെ അച്ഛനാണോ? ഉറപ്പാണോ? സത്യമല്ലേ? കാർണേജ് കാണാൻ ഒരു പ്രത്യേക രസമല്ലേ? 100 കോടിക്കുള്ള മുതലൊന്നും അല്ല. അവൻ ആദ്യം മോട്ടിച്ചത് 200 കോടിയാണ്, അറിയാവോ? ഈ സിറ്റിയിലെ ഒരു പ്രമുഖ കുടുംബത്തിൽ നിന്ന് 200 കോടി മോട്ടിച്ചാണ് അവൻ ഈ സിറ്റി വന്നത് പോലും. 200 കോടി ഞാൻ എന്റെ എൻറ്റയർ ലൈഫിൽ കണ്ടില്ല അവന്റെ അച്ഛൻ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഉത്തരവാദി നിങ്ങളാണ്. ഞാൻ കുടുംബത്തെ എടുക്കുന്നതിന് മുമ്പാണ് അവൻ അത് ചെയ്തത്. മനസ്സിലായ? ഞാൻ കുടുംബത്തിലോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പാണ് അത് ചെയ്തത്. അവൻ ഈ കണ്ണം തിരിവ് കാണിച്ച ഒരു കൊച്ചി ഇറക്കന്റെ ജീവിതം ഇല്ലാണ്ടായി പോകണ്ട എന്ന് വിചാരിച്ച് ഞാൻ അവനെ എന്റെ കൂടെ ഒരു സ്വന്തം അനിയനെ പോലെ കൊണ്ടു നടന്ന് നോക്കി വളർത്തി നന്നാക്കാന്ന് വിചാരിച്ച് ഏറ്റെടുത്ത് എന്റെ അടുത്ത് എന്റെ വാപ്പ ഇത് പറയണം. എനിക്ക് വാപ്പാന്ന് വിളിക്കാൻ ഒരാളില്ലാതായി പോയി. എന്നിട്ടും 5 കൊല്ലം മുമ്പ് ഞാൻ ഇവിടുന്ന് പോകുമ്പോ അവനോട് ഞാൻ പറഞ്ഞതാണ്, മാനിയും കുട്ടീനെ നോക്കണം, ഞാൻ പോവുകയാണ്, അന്റെ കജ്ജിലാണ് ഇനി ഓനോട് ഞാൻ പറഞ്ഞതാ. ആടാളെ നോക്കണം എന്ന് ഞാൻ പറഞ്ഞു ഓനോട്. ഓനാ ആടാളെ നോക്കാതെയാണ് ഇങ്ങോട്ട് പോന്നെ പാഞ്ഞ്. ആടുകളെ അവനെ ഉമ്മാനെ ഓൾഡേജ് ഹോമിലും 48 നിങ്ങളുടെ മോനെ ആരാടേ? അല്ല നിങ്ങളുടെ മോനെ അവന്റെ ഉമ്മാനെ ഓൾഡേജ് ഹോമിലാക്കി കൂടെ ഉള്ളവനെ കക്കാനും കൊണ്ടുപോയിരുന്നു കൂടെ. ഇവനെന്താ വാൾപേപ്പർ ഉണ്ടാക്കണായിരുന്നു. 5 കൊല്ലം മുമ്പാണ് ഞാൻ പോയത്. ഓനെനക്കില്ലേ, ഓനെനക്ക് 4ാമത്തെ വയസ്സിൽ തീട്ടപ്പറമ്പ് കിട്ടിയതാണ്. അപ്പൊ നിങ്ങള് ബാക്കില് ഒരാള് നിക്കണണ്ട കണ്ട എന്നിട്ട് വേറെന്താ വേറെ വല്ല പറഞ്ഞോ ഇളക്കോ ഓസ്മറേ?
നിന്നെ കാണാനില്ലല്ലോ. വിളിച്ചാലും കിട്ടൂല, കാണാൻ വന്നാലും അടിച്ചു പോകുന്നത്. തിരക്കിലല്ലേ, കംപ്ലീറ്റ് തിരക്കോട് തിരക്ക്. ഓരോ ദിവസവും ഓരോ പ്രശ്നം. അതാണ് നമ്മുടെ റൗണ്ടിലുള്ള പയ്യനേതാ. മെനഞ്ഞാന്ന് ഉത്സവമായിരുന്നു. എന്തുണ്ട് വിശേഷം? ഇവിടെ കൊടിയേറ്റ് പൂരം എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോ ഒരു കുടുംബവഴക്ക്. ഓരോ ദിവസം നമ്മൾ ഓരോ പരിപാടിയിലല്ലേ. കുടുംബങ്ങളൊക്കെ കാണാൻ വന്നപ്പോ എന്റെ തലക്കടിച്ച്. കുടുംബവഴക്കല്ല, കുടുംബവഴക്ക്. കുടുംബങ്ങളൊക്കെ കാണാൻ വന്നപ്പോ എന്റെ തല കുടുംബവഴക്കടാ, കുടുംബവഴക്ക്. പഴക്കോ. ഓ, ഒരു പ്രശ്നം അത് തീർക്കണല്ലേ. ഡെയിലി ബിസി അല്ലേ നമ്മള്. എന്റെ പൊടി കമ്മിറ്റഡ് ആയുള്ള പ്രശ്നം ഇതാണ്. അതെ, ആര്? ഞാനല്ല, വേറെ ആരോ കമ്മിറ്റഡ്. വേറെ ആരാ? ആ, ഞാൻ കമ്മിറ്റഡ് അല്ലേ, ഫ്രഷ് അല്ലേ. പ്രശ്നം പെണ്ണ് കിട്ടാത്തപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ വരുന്നു പറയും. ആ, ഹലോ. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ, ഉച്ചയ്ക്ക് വാപ്പ വന്നിരിക്കുന്നത്. വാപ്പാ ആ, പറഞ്ഞോ. വാപ്പ അത് കഴിഞ്ഞോ? അത് കഴിഞ്ഞു. വാപ്പാക്ക് പറയാനുള്ളത് പറഞ്ഞു. വിഷയം എന്തിര്? എന്റെ കാര്യത്തില് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. നിങ്ങളുടെ മോനെ നമ്മൾ ശരിയാക്കി റെഡിയാക്കി വാപ്പ, വാപ്പയുടെ മോൻ ഏകദേശം ഇനിയും വരാൻ എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസം എടുക്കും. ഓടുക്കാൻ പോയത് ഓടുക്കാൻ ഞങ്ങൾ പറഞ്ഞേ. ഓടത്തല്ല, ഓടത്ത് ഞാൻ പറഞ്ഞയച്ചല്ല. സിറ്റി കയറാൻ പറ്റത്തില്ല അവന്റെ പോക്കൃത്തരം കാരണം. അവന് ഇവിടെ വാ തുറന്ന നാട്ടുകാരെ എല്ലാം തെറിയൊക്കെ വിളിച്ച് ഇവിടെ സിറ്റിക്കകത്ത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കും. അവനെ ഇവിടുന്ന് കാപ്പ കൽപ്പിച്ച് അവനെ ഇവിടെ കൊണ്ടുപോയി. അങ്ങനെ എന്തോ ഒരു സാധനം ഇല്ലേ? 20 ദിവസം കഴിഞ്ഞേ വരാൻ പറ്റുള്ളൂ. ഈ ചങ്ങായി ബാക്ക് കുത്തുന്ന പറയണേ. ഒരു 5 കൊല്ലം കൊണ്ട് എന്റെ മകനായ കോലാപ്പ്. വാപ്പാക്ക് എന്റെ നമ്പർ തരാം. വാപ്പാക്ക് എന്റെ നമ്പർ തന്നിട്ടുണ്ട്. വാപ്പ നമ്പർ സേവ് ചെയ്ത് 3333 ഓർത്തിരിക്കാന്നുള്ള സേവ് ഒന്നും ചെയ്യണ്ട. വാപ്പ വിളിച്ചോ, ഞാൻ ചെറുക്കം വന്ന അപ്പൊ തന്നെ ഇത് ചെയ്യാം. ഇത് സാത്താൻ, ഇത് സത്യം പറയല്ല, ഇത് ഈ മറ്റേ ഈ കുടുംബനാഥം ഒന്ന് വന്നാണ് ഒരു കാര്യം പറയണം. മോൻ വന്ന ഉടനെ ഞാൻ അറിയിക്കാം. ആ, ഓനെ എന്റെ കജ്ജ് കിട്ടിയാൽ ഞാൻ കൊല്ലും. ഓനോടൊന്ന് പറഞ്ഞാണ്ടി. ഓ, ഉറപ്പായിട്ടും. ഇന്ന് നേരം വരെ അണ്ണാ ഞാൻ പോണേ, പറയാൻ ഇല്ല, നമ്മളെ ലൈസൻസ് പനിയും കൊണ്ട്. ആ കുട്ടി, എന്തിനായിരുന്നു വിളിച്ചത്? അല്ല, ഞാൻ പോട്ടെ. പോട്ടെ കുട്ടി, വിഷമിക്കരുത് കേട്ടോ. അവനൊന്ന് ഗ്യാപ്പ് മാറാൻ അവന് ടൈം ചിലപ്പോ വേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ പോയി. പോട്ടെ, എന്തെങ്കിലും എന്ത് വിഷമമുണ്ടെങ്കിലും വിളിച്ചാൽ മതി. ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ വേണ്ട റാഷിക്ക്. ശരി, പോയിട്ടോ. ഇരി അടുത്തുണ്ടായിരുന്നു. ഇന്ന് കുറച്ചുകൂടെ നേരെ എത്തിക്കണമെന്നാ. എടാ, ഇത് കഴിഞ്ഞിട്ട് വേണം ഓടിച്ച് പാലക്കാട് പോവാൻ എനിക്ക്, മനസ്സിലായ? എടാ, നീ അതോർത്ത് വിഷമിച്ചിരിക്കണ്ട. ആൾറെഡി കിട്ടത്തില്ലെന്നറിയാം. അല്ലല്ല, നീ അതോർത്ത് വിഷമിച്ചിരിക്കണ്ട. നീ ഒറ്റയ്ക്കാണെന്ന് തോന്നുവാണെങ്കിൽ എന്തെങ്കിലും പാട്ട് വല്ലതും കേൾക്കുവോ, അങ്ങനെ സിനിമ വല്ലതും കാണുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് സമയം പോട്ടെ. അത് വേറെ ഒന്നും ചെയ്യുന്നു നമ്മൾ അങ്ങനെ അതോർത്ത് ഇങ്ങനെ ഇരിക്കണ്ട. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അടുത്ത കപ്പിൾ വന്നു. മോബിയും ഡേസി. ദൈവമേ, ഈ സിറ്റിയിലെ എല്ലാ കുടുംബ വഴക്കുകളും എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റണേ. ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എനിക്ക്. പെണ്ണുങ്ങളൊക്കെ വന്നുള്ള പ്രശ്നം പറഞ്ഞ എനിക്ക് ഇന്നലെ എന്തോ ഒരു ജ്യൂസ് കുടിച്ചാണ്. അതിന് പ്രത്യേക തരം പവർ കിട്ടിയാണ് എനിക്ക്. എനിക്ക് പറ്റുന്നുണ്ട്. ഇല്ല, ഇപ്പൊ കഴിവുകൾ കൂടിയ ബാല പോയി. അവനെ ബാല എവിടെ പോയി? ബാല മുകളിൽ. ഞാൻ നിന്നെ നോക്കി അങ്ങനെ വേണ്ട. അണ്ണനെ എന്റെ വലിയൊരു ആഗ്രഹം. ഇതാരാ? അണ്ണനെ ആന കളിപ്പിക്കണം എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അണ്ണ തന്റെ നിങ്ങൾ അന്നെ കളിപ്പിച്ചു ഞങ്ങളെ മോളെ
എടാ ഇത് എന്താടാ ഇത്? എടാ ഇത് എന്താ? എന്നെ കൂട്ടാണ്ട് പോയല്ലേ കളിപ്പിക്കാൻ തന്നെ വേണ്ട. വാസവണ്ണ മന്ദാരത്തിന്റെ മോക്ക് ആന കളിക്കണമെന്ന്. വേണ്ട, പിൻവലിച്ച്. കൊച്ചല്ലേ മന്ദാരം. നീക്ക് ഇങ്ങോട്ട് വന്നേ. അണ്ണാ എങ്ങനെ ഉണ്ടെന്ന് എന്റെ കഴിവുകളൊക്കെ. പെണ്ണുങ്ങളുടെ ഒക്കെ മുമ്പില് എടാ നമുക്കിപ്പൊ ഒരുമിച്ച് സംസാരിക്കും. നിന്റെയൊക്കെ കൂടെ ഫുൾ ടൈം പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. എന്റെ കൂടെ ഒരു പെണ്ണിനാണ് കണ്ടോ അണ്ണാ പറ. എടാ ഞാൻ അങ്ങോട്ട് ഇറങ്ങുക. എനിക്ക് സമയം അതിക്രമിച്ചു. 1:30 സമയം. ഓക്കെ ഞാനങ്ങോട്ട് പോയിട്ട് വരാം. പോട്ടെ അതെ അങ്ങോട്ട് ഓടി. അപ്പഴേ ഓടി ഓടിക്കഴിഞ്ഞവൻ. മുതുക്കുവഴി